ഹലോ. ഇപ്രാവശ്യം എനിക്കില്ലേ ഓണം കേരളത്തിൽ മാത്രമല്ല അങ്ങ് തിരുപ്പൂർ വരെ ഓണം ആഘോഷിക്കാൻ പറ്റിയിട്ടാണ്. നല്ല സൂപ്പർ പൂക്കളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വലുപ്പം, എന്ത് വലുപ്പമാണെന്ന് അറിയോ, നല്ല കളർ കോമ്പിനേഷൻ, എത്ര കണ്ടാലും മതിയാവണില്ല. കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ ഹാളിലേക്ക് നടന്നു. വലിയൊരു പടുക്കൂറ്റൻ ഹാളെന്നൊക്കെ പറയില്ല, അത്ര വലിയ ഹാള് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും നമ്മൾ മലയാളികൾ കേരളത്തിൽ ഓണം ആഘോഷിക്കുന്ന കൂടുതലും മലയാളികൾ കേരളത്തിന് പുറത്താണ് ഓണം ആഘോഷിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും നമ്മുടെ മലയാളികൾ ശരിക്കും ഓണം ആഘോഷിക്കണില്ല എന്ന് തന്നെ പറയാട്ടെ. കേരളത്തിലെ ആകെ തിക്കും തിരക്കും ബഹളമാണ്. പിന്നെ സദ്യ, ഒരു രക്ഷയില്ലാത്ത സദ്യ കേട്ടോ. ഒരു 2000-3000 പേർക്കുള്ള സദ്യ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം നല്ല രസമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരാൾക്കും തിക്കോ തിരക്കോ ഒന്നുമില്ല, ശാന്തമായിരുന്നു ഫുഡ് കഴിക്കാം. നല്ല പപ്പടവും പായസവും പിന്നെ കുറച്ചധികം പച്ചക്കറികളൊക്കെ ആയിട്ടുള്ള സദ്യയും ഡാൻസുകൾ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഡാൻസുകൾ കേട്ടോ. എപ്പോഴും സ്റ്റേജിൽ ഇങ്ങനെ പ്രോഗ്രാമുകൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. നൈറ്റ് വരെ ഉണ്ട് പ്രോഗ്രാമുകൾ. ഇതിപ്പോൾ രാവിലെ തുടങ്ങിയിട്ടുള്ളൂ, സ്റ്റാർട്ടിങ് ആണ്. അങ്ങനെ എല്ലാവരും, ഇതിപ്പോൾ മലയാളികൾ മാത്രമല്ല കേട്ടോ, തമിഴന്മാരുണ്ട്, ഹിന്ദിക്കാർ, എല്ലാ ആൾക്കാരും കൂടിയിട്ടുള്ള ഒരു നല്ലൊരു മതസൗഹാർദ്ദപരമായിട്ടുള്ള ഒരു പരിപാടികളായിരുന്നു കേട്ടോ. ഓണം എപ്പോഴും നമുക്കൊരു ഹരമാണ്. അത് എവിടെയായാലും നമ്മൾ ഓണം ആഘോഷിക്കാതിരിക്കില്ല. പക്ഷേ ഓണത്തിൻ്റെ എല്ലാം ഒരു ഐക്യമുണ്ടായിരുന്നു അവിടെ കേട്ടോ. ഇത് രാത്രി വരെ നിറച്ച് പ്രോഗ്രാമുകളാണ്. അങ്ങനെ ഡാൻസുകളും പാട്ടുകളും കഴിഞ്ഞാൽ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇപ്രാവശ്യത്തെ ഓണം അങ്ങോട്ട് തിരുപ്പൂരും ആഘോഷിച്ചു. ഓക്കെ, ബൈ.